നമുക്കിന്ന് പർപ്പിൾ കളർ യെല്ലോ ആയിട്ട് മാറ്റാം. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ കോംപ്ലിമെൻ്ററി കളറാണ് യെല്ലോൻ്റെ പർപ്പിൾ. സോ നമ്മൾ ലെമൺ വരയ്ക്കാമെന്ന് വെച്ചു. ലെമണിൻ്റെ കളർ യെല്ലോ ആണല്ലോ. അപ്പോഴേക്കും നമ്മളൊരു ഔട്ട്ലൈൻ പോലെ പെൻസിൽ വെച്ച് വരച്ചു കൊടുത്തു. എൻ്റെ ലെമൺ ചിലപ്പോൾ ഒരു അമ്പഴങ്ങ പോലെയൊക്കെ ഇരിക്കും. അത് ഞാൻ പിന്നെ ഒരു വട്ടം വരച്ചാൽ പിന്നെ ഞാനത് ഇറേസ് ചെയ്ത് കളയാറൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അത് തന്നെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പർപ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കര കട്ടിക്ക് അടിച്ചു കൊടുക്കരുത്, കുളമാകും എന്ന് ആ കുട്ടി പറയുന്നുണ്ട് ആ വീഡിയോയിൽ. അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് അടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴേക്കും ബെറ്റർ ആണോ എന്ന് ചോദിച്ചാൽ കുളമായി എന്നാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. പക്ഷേ മുൻപോട്ട് വെച്ച കാലം ഞാൻ പിന്നോട്ടെടുക്കില്ല. എസ്പെഷ്യലി വേറെ ഞാനൊരു ചെയ്യുന്ന ഇഷ്ടപ്പെട്ടൊരു ഹോബി ആകുമ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വരച്ചപ്പോൾ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. എങ്കിലും ഞാൻ പിന്നെ യെല്ലോ അടിച്ച് അതിൻ്റെ പുറത്ത് കൊടുത്തു. അപ്പോഴും വലിയൊരു ആ വീഡിയോ പറയുന്നുള്ളൊരു ഗുമ്മ് കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല, കോംപ്ലിമെൻ്ററി കളർ വെച്ച് ചെയ്യാറില്ല. നോർമലി ഞാൻ ഏതാണോ ഷെയ്ഡ് അതങ്ങ് അടിച്ചു കൊടുക്കാറാണ് പതിവ്. ഇങ്ങനെ വരച്ച് വന്നപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. കുറച്ച് ഭംഗിയൊക്കെ വെച്ച് തുടങ്ങി എൻ്റെ പെയിൻറ്റിങ്ങിനൊന്ന്. കുറച്ച് ഒറിജിനാലിറ്റി പോലെ എനിക്ക് ഫീലായി. ഈ വീഡിയോയിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്, ഭയങ്കര ഭംഗിയുണ്ട്.